മുഹമ്മദുൻ റസൂലുള്ളാഹ്. ധ്യാനത്തോടെ മനനത്തോടെ ആലോചിച്ചാൽ ഒന്നും എനിക്ക് പറയാനില്ല. ആ മുഹമ്മദ് എന്ന മഹാ അത്ഭുതത്തെക്കുറിച്ച്. മുഹമ്മദുൻ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. ഇവിടെ എല്ലാ മുർസലീങ്ങളുടെയും നിയോഗം ഇങ്ങനെ തന്നെയാണ്. ഇസ്രായേലിയരിലേക്ക് വന്ന ദൈവദൂതരാണ് മൂസാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്രായേലിയർക്ക് പറയാനുള്ളതൊക്കെ അവര് സയ്യിദുന മൂസയോട് പറയും. മൂസ സൃഷ്ടാവായ അള്ളാഹുവിനോട് പറയും. അള്ളാഹു തആലയ്ക്ക് ഇസ്രായേലിയരോട് കൊടുക്കാനുള്ള എല്ലാ സംസാരവും അള്ളാഹു മൂസാ നബിക്ക് കൊടുക്കും. മൂസാ നബി അനുയായികളായ ഇസ്രായേലിയർക്ക് കൊടുക്കും. ഇവിടെ മൂസാ നബി ആരാണ്? ടു വേ റസൂലാണ്. അള്ളാഹുവിൽ നിന്ന് ഇസ്രായേലിയർക്കുള്ള റസൂൽ, ഇസ്രായേലിയരിൽ നിന്ന് ഇസ്രായേലിയർക്കുള്ള അള്ളാഹുവിൻ്റെ റസൂൽ. ഈ ഒരു രണ്ട് മുഖം മനസ്സിലാക്കി കഴിഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹിയെ ഇടയിൽ കണ്ട് ഇടയിൽ വെച്ച് ബന്ധപ്പെടാതെ മുഖാന്തിരമല്ലാതെ ഒരു സമ്പർക്കത്തിനും സാധ്യമല്ല, കണക്ഷൻ ലഭിക്കുകയില്ല. ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ, ഖുർആൻ പറഞ്ഞ ഒരു ശൈലിയാ. ഇന്ന അർസൽന, നാം നിശ്ചയമായും നിയോഗിച്ചിരിക്കുന്നു. അതോടുകൂടെ തന്നെ റസൂലായി. ഇലൈക്കും, നിങ്ങളിലേക്ക് റസൂലൻ. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു ഇന്ന അർസൽന, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇലൈക്കും റസൂലൻ, നമുക്ക് അങ്ങോട്ടും റസൂലാണ്. അള്ളാഹു തആലയിൽ നിന്ന് ഇങ്ങോട്ട് സന്ദേശം തരാനും ഹബീബായ മുഹമ്മദ് റസൂലാകുന്നു. ഈ ഒരൊറ്റ പദത്തിൽ ചർച്ച ചെയ്താൽ, ചിന്തിച്ചാൽ, സുബ്ഹാനല്ലാഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലുമേറെ ഒരു പദം ആദരവിനും ബഹുമാനത്തിനും സ്നേഹത്തിനും പറയേണ്ടതില്ല. അതു തന്നെ മതി. ആഴത്തിലിരുന്ന് ഒറ്റക്ക് ആലോചിച്ചാൽ ആ ഒരൊറ്റ പദത്തിൻ്റെ ശബ്ദ സൗന്ദര്യവും അതിൻ്റെ അർത്ഥഗാംഭീര്യതയും. തിരുനബിയാണ് ഭൂമിയിലെ കേന്ദ്രബിന്ദു. ആ മുഹമ്മദ് മുസ്തഫ എന്ന അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദൂതർക്ക് അതിനാവശ്യമായ സന്നാഹങ്ങളൊക്കെ കൊടുത്തു. ആ സന്നാഹങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. വല്ലദീന മഅഹു, അവിടെ നിന്ന് അങ്ങോട്ടാണ് സഹാബിമാരെ കുറിച്ചുള്ള പരാമർശം. ഇത് ഒഴുക്കൻ രീതിയിൽ അർത്ഥം വെക്കുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. വല്ലദീന മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരോ അഷിദ്ദാഉ അലൽ കുഫാർ, നിഷേധികളോട് കഠിന മനസ്കരാണ്. സുബ്ഹാനല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി ഒരിക്കലും നിഷേധികളോടല്ല, അനുകൂലികളോടല്ല, എതിരാളികളോടല്ല, ആരോടും കഠിന മനസ്കനേ അല്ല. ഇത് നാം അറിയണം. അഷിദ്ദാഉ അലൽ കുഫാർ എന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു എന്നർത്ഥം വെക്കുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹിയും കൂടെയുള്ളവരും അഷിദ്ദാഉ അലൽ കുഫാർ, അപകടകരമായൊരു സന്ദേശമാണ് വരിക. മുഹമ്മദ് മുസ്തഫ വിനയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, നൈർമല്യത്തിൻ്റെ, ആർദ്രതയുടെ, സന്തോഷഭാവങ്ങൾ മാത്രമേ ലോകത്ത് പ്രകടിപ്പിച്ചിട്ടുള്ളൂ. അതല്ലാത്തതൊന്നും തിരുനബിക്ക് അറിയില്ല. അഷിദ്ദാഉ അലൽ കുഫാർ അത് തിരുനബിയുമായി ബന്ധപ്പെട്ട വിശേഷണമല്ല, ആകാൻ പറ്റില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, സാർവലോക ചരാചരങ്ങൾക്കും ജനതയ്ക്കും റഹ്മത്ത് മാത്രമാണ് അങ്ങ് എന്ന് തിരുനബിയെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ, ആ തിരുനബിയുമായി ബന്ധപ്പെട്ട് അഷിദ്ദാഉ അലൽ കുഫാർ എന്ന് പറയുമ്പോൾ വ്യാകരണ പെശക് വരും, അർത്ഥമാറ്റങ്ങൾ വരും. അപ്പോൾ ഗുരുനാഥന്മാർ പഠിപ്പിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ്, ഫുൾ സ്റ്റോപ്പ്, അവിടെ നിർത്തുക. അത് തന്നെ പറഞ്ഞു തീർക്കാൻ യുഗാബ്ദങ്ങൾ ആവശ്യമാണ്. വല്ലദീന മഅഹു, അവിടുത്തോടൊപ്പമുള്ളവർ, അത് പിന്നീട് മറ്റൊരു ചർച്ചയാണ്. അവർ അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന എന്ന് പറയുന്ന ആ ഭാഗം ഒന്നുകൂടി അർത്ഥം വെച്ച് നോക്കുക. മുഹമ്മദുൻ മുബ്തദയാണ്, മുഹമ്മദാകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്തും പറയാനില്ല. റസൂലുള്ളാഹ് വഖഫ, അവിടെ നിർത്തുക. അള്ളാഹുവിൻ്റെ റസൂൽ ആകുന്നു, അത്ര മതിയല്ലോ കാര്യത്തിന്. മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു എന്നാ പറയുന്നത്. ഒരു മഹാരാജാവിൻ്റെ ദൂതൻ എന്ന് പറയുമ്പോഴേക്ക് ആ ദൂതന്റെ മഹത്വം വലുതായി. കേവലം കത്ത് കൊണ്ടുകൊടുക്കുന്ന ദൂതൻ ആ ജോലിയുടെ മഹത്വത്തിനനുസരിച്ചാണ് വലുതാകുന്നത്. മഹാരാജാവിൻ്റെ ദൂതനാകുമ്പോഴോ മഹാരാജാവിൻ്റെ ദൂതനാണ്. ഇത് മാത്രം ചിന്തിച്ചാൽ പോരെ. മുഹമ്മദ് ആരാകുന്നു? റസൂലാകുന്നു. ആരുടെ റസൂൽ? അള്ളാഹുവിൻ്റെ റസൂൽ. ഇവിടെ വലിയ ഒരു കൗതുകമുണ്ട്. ചില മുസ്ലിം പണ്ഡിതന്മാർ പോലും നാടകം കളിക്കുകയാണ്. സാധാരണ മനുഷ്യനായി ചിലപ്പോഴൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ അവഹേളിക്കും വിധത്തിൽ സംസാരിക്കും. അവരറിയുന്നില്ല തിരുനബിയുടെ പദവിക്ക് ഇകഴ്ച പറ്റും തങ്ങളുടെ ഈ ശബ്ദം കൊണ്ട് എന്ന്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ, എന്താണ് അതിൻ്റെ അർത്ഥം? അത് മാത്രം മതിയല്ലോ മനനം ചെയ്തെടുക്കുക. വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലേക്ക് പോകേണ്ടതില്ല, തർക്കവിതർക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല. പ്രിയപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാകുന്നു? അള്ളാഹുവിൻ്റെ റസൂൽ. റസൂൽ എന്ന് പറയുമ്പോഴേക്ക് എന്ത് വന്നു? എന്താണ് റസൂൽ? ദൂതൻ. ദൂതൻ എന്നാൽ എന്താ? റസൂൽ. റസൂൽ എന്ന പദത്തിന് മലയാളത്തിൽ അർത്ഥം വെക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഉടയോനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സൃഷ്ടി വിഭാഗങ്ങളുമായി സമ്പർക്കപ്പെടാൻ ഇടയിൽ നിർത്തിയ ആളാണ്. അതേ, ഒരു പരിഭാഷയും റസൂൽ എന്ന പദത്തിന് ഇടയിൽ നിൽക്കുന്നയാള്, ഇടനിലക്കാരൻ, മധ്യവർത്തി അല്ലാത്ത ഒരു പരിഭാഷയില്ല. ഈ സംസാരം ചിന്താപൂർവം കേട്ട ശേഷം ഒന്നുകൂടി ആലോചിക്കണം. ശരിയാണല്ലോ, റസൂൽ. റസൂൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ഒരാളെ മറ്റൊരാളുടെ അടുത്തേക്ക് അയക്കുന്നു, ആ നടുവിലുള്ള ആ ആളാണ് റസൂൽ. അത് അള്ളാഹുവിൻ്റെ റസൂലാകുമ്പോൾ സ്ഥാനം മാറി. അതായത് മനുഷ്യവംശത്തിന് അള്ളാഹുവിനോട് ഇടപെടാനും അള്ളാഹുവിനോട് അവൻ്റെ സൃഷ്ടിചരാചരങ്ങൾ മനുഷ്യ ജനതയോട് ബന്ധപ്പെടാനും ഇടയിൽ നിർത്തിയ ആളാണ്. അതിന് തന്നെയാണ് ഇടനിലക്കാരൻ എന്ന് പറയുക. റസൂലുൻ എന്ന പദത്തിൻ്റെ നേർ പരിഭാഷയാണ് റസൂലുൻ, ഇടനിലക്കാരൻ, മധ്യവർത്തി. ഇവിടെ ചിലരൊക്കെ പറയുന്നത് കേട്ടാൽ ദൈവത്തിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിൽ മധ്യസ്ഥന്മാർ വേണ്ട, ഇടയാളന്മാർ വേണ്ട. എഴുതുമ്പോഴും പറയുമ്പോഴൊക്കെ നല്ല സുഖമാണ്. പക്ഷെ ആലോചിക്കുമ്പോൾ എന്താണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഇടയിൽ അള്ളാഹു, സൃഷ്ടാവായ ഏകനായ പടച്ച തമ്പുരാൻ അള്ളാഹു ആണ് പറയുന്നത്, ഞാൻ ഒരാളെ വെച്ചിരിക്കുന്നു, മുഹമ്മദുൻ റസൂലുള്ളാഹ്. അള്ളാഹു എന്ന പരമപ്പൊരുളായ പരാശക്തിയുടെ ഇടയിൽ സൃഷ്ടികളോട് സമ്പർക്കപ്പെടാൻ അള്ളാഹു വെച്ചതാണ്. ഇവിടെ നാം ശ്രദ്ധിക്കണം, ടു വേ റസൂലാണ്. അള്ളാഹു തആലാക്ക് വല്ല സന്ദേശങ്ങളും അവൻ്റെ സൃഷ്ടികളോട് കൊടുക്കാൻ റസൂലുള്ളാഹിയോടാ പറയുക. സൃഷ്ടികൾക്ക് ഇനി എന്തെങ്കിലും അങ്ങോട്ട് പറയാനുണ്ടെങ്കിലും വേണം റസൂലുള്ളാഹി മുഖാന്തിരം പറയണം. എന്തുകൊണ്ട്? ഒരാൾ 1000 കൊല്ലം തപസ് ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള റസൂലാണ് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ സാധുത ഇസ്ലാമിസ്റ്റുകൾ പറയണം. 1000 കൊല്ലം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലുടനീളം ദൈവത്തോട്, കാരുണ്യവാനായ അടുത്ത് നിൽക്കുന്ന ദൈവത്തോടാണ് സംസാരിക്കുന്നത്. പക്ഷേ മുഹമ്മദ് എന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ പിറന്ന് നമ്മുടെ ഇടയിൽ മനുഷ്യവംശത്തെ ആദരിച്ച് ജീവിച്ച ആ മഹാത്മാവ് അള്ളാഹുവിൻ്റെയും എൻ്റെയും ഇടയിലുള്ള റസൂലാകുന്നു എന്ന സാക്ഷ്യബോധം ഇല്ലെങ്കിൽ, ഇതല്ലേ വളരെ ലളിതമായി പറഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്,
അതിൻ്റെ അർത്ഥം മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂൽ ആകുന്നു എന്നാ, ആയിരുന്നു എന്നല്ല. മുഹമ്മദ് മുസ്തഫ നിയോഗ പദവി ലഭിച്ചു, 63-ാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. നമ്മൾ അർത്ഥം വെക്കേണ്ടത് എന്താണ്? ഈ തർക്കം നടത്തുന്നവരൊക്കെ അർത്ഥം വെക്കേണ്ടത് എന്താണ്? അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ, നിശ്ചയം മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ ആയിരുന്നു എന്ന അർത്ഥം വെക്കേണ്ടി വരും. അവിടുന്ന് പോയില്ലേ, അവിടുന്ന് നാട് നീങ്ങിയില്ലേ, ഇഹലോകവാസം വെടിഞ്ഞില്ലേ, അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന രീതിയിൽ പറയുന്നവർ മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂൽ ആയിരുന്നു എന്ന അർത്ഥം വെക്കണം. അത് പറയാൻ ആരും തയ്യാറല്ല. മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നു, പ്രസന്റിലും ഇനി അങ്ങോട്ട് വരുന്ന കാലത്തും മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂൽ ആകുന്നു. ആ ദൗത്യം നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം. മുഹമ്മദ് എന്ന ആ വ്യക്തിത്വത്തിലുള്ള റിസാലത്ത് എന്ന ദൗത്യം, അപ്പോഴും പിന്നെ അതിൻ്റെ പ്രകടന പ്രവർത്തനങ്ങൾ നടത്താനുള്ള സംവിധാനവും അല്ലാഹു തആല മുഹമ്മദീയ താവഴിയിൽ നിലനിർത്തുക തന്നെ ചെയ്യും. മുഹമ്മദുൻ റസൂലുള്ളാഹ്. ധ്യാനത്തോടെ മനനത്തോടെ ആലോചിച്ചാൽ ഒന്നും എനിക്ക് പറയാനില്ല. ആ മുഹമ്മദ് എന്ന മഹാ അത്ഭുതത്തെക്കുറിച്ച്. മുഹമ്മദുൻ റസൂലുള്ളാഹ്